നമസ്കാരം. ഓണക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പുതിയൊരു ഓണ വിഭവമായി എൻ്റെ കൂടെയുള്ളത് ഒരു കൊച്ചു മിടുക്കിയാണ്. ആള് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു എക്സലൻറ്റ് ഷെഫാണ്. വേറെ ആരുമല്ല, നമ്മുടെ മാതൃഭൂമിയിലെ തന്നെ അംഗമായ സുബി ചേച്ചിയുടെ മകളാണ് നമ്മുടെ നക്ഷത്ര കല്യാണിക്കുട്ടി. നല്ലൊരു പായസമല്ലേ നമ്മുടെ പായസമായിട്ടാണ് നമ്മുടെ കല്യാണിക്കുട്ടി വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് കല്യാണിക്ക് പറയാനുള്ളത് ഓണായിട്ട്? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫസ്റ്റ് തന്നെ കാരമൽ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ. അതെ, കാരമൽ വെർമിസിലി പായസമാണ്. അതായത് നെയ്യ്, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്. ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചേക്കുവാണ്. പാല്, കാഷ്നട്ട്സും റീസിൻസും. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. പഞ്ചസാര ഇതൊന്ന് ഇനി കാരമലൈസ് ചെയ്ത് വരണം. അതൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് നെയ്യിടാം. കുറച്ചായി വരുമ്പോൾ നമുക്ക് പാൽ ഒഴിക്കാം. അപ്പോൾ കാരമലൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. അത് മധുരത്തിനനുസരിച്ച് മതി കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം വെർമിസെല്ലിയും കൂടെ. അത് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും റേസിൻസും നെയ്യിൽ വറുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ റേസിൻസും കാഷ്നട്ട്സും റെഡിയായി വന്നിട്ടുണ്ട്. നേരത്തെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഇടാം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിടാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റേസിൻസും കാഷ്യൂ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരാളെ തന്നെ വിളിക്കാം അല്ലേ? ഓക്കെ. കല്യാണിക്കുട്ടിക്ക് ഈ റെസിപ്പീസൊക്കെ പറഞ്ഞു കൊടുത്ത കല്യാണിക്കുട്ടിയുടെ അമ്മമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കാരമൽ സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വിഭവമായിട്ട് ഓണക്കൂട്ടി വീണ്ടും കാണാം.